ഉണ്ടാവരുത് എന്ന രീതിയിൽ ഹരിവംശത്തിൽ നരസിംഹമൂർത്തിയെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നാലാണ് ഭഗവത് ഹനുമാൻ ശ്രീരാമചന്ദ്രനെ ഉപാസിച്ചുകൊണ്ട് എന്തിനവിടുന്ന് രാമനായിട്ട് അവതരിച്ചു? മർത്യാവതാരസ്ഫിഹ, മർത്യശിക്ഷണം, മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എന്നുള്ള പാഠം പഠിപ്പിക്കാൻ വേണ്ടി. എങ്ങനെ ജീവിക്കണം എന്നുള്ള പാഠമൊക്കെ പഠിപ്പിക്കേണ്ടവല്ലേ? അലാറം കെട്ടണിക്കുക, കട്ടൻ കാപ്പി കുടിക്കുക, പാല് വരാൻ കുറച്ച് മിൽമ പാക്കറ്റൊക്കെ കൊണ്ട് ഒഴുകുന്നത് കൊണ്ട് പാല് ഒഴിച്ചിട്ടുള്ള കാപ്പി കുടിക്കുക, ജീവിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് ഈ കാലഘട്ടത്തിന്റെ ജീവിതത്തിനെ കുറിച്ചാണ്. ഇവിടെ ജീവിച്ചിരുന്നവരുടെ പൂർവികരുടെ ജീവിതചര്യകൾ അതങ്ങനെ കട്ടൻ കാപ്പി കുടിച്ചിട്ടായി കാപ്പി ചായയൊക്കെ ഇവിടേക്ക് വന്നതിന് അധികം. അപ്പൊ അതിനു മുൻപുള്ള ജീവിത രീതികൾ അവർ പഠിച്ചിരുന്നത് രാമായണത്തിൽ നിന്നായിരുന്നു. രാമൻ എങ്ങനെ ആദർശ പുരുഷനായി ജീവിച്ചുവോ ആ രാമായണത്തെ പഠിച്ചുകൊണ്ട് അതുമാതിരി സഹോദര്യവും സൗഹൃദവും പിതൃ ഭക്തിയും എല്ലാം നമുക്ക് അത് പഠിക്കാനുള്ളതായ പാഠങ്ങളാണ്. അങ്ങനെ മർത്യനെ എങ്ങനെ മർത്യനായി ജീവിക്കണം എന്ന് പഠിപ്പിക്കാനുള്ള ആ പാഠം പഠിപ്പിക്കാനല്ലേ ഭഗവാനെ അവിടുന്ന് സീതാകൃതാനി വ്യസനാനി ഈശ്വരസ്യ എന്നൊക്കെ ശുഗമഹർഷിയും രാമായണം പറയുമ്പോൾ ആ സീതയെ കാണാണ്ടായപ്പോൾ ഈശ്വരൻ അണശേഖരമില്ലേ മനുഷ്യനാട്യത്തിൽ സങ്കടപ്പെട്ടതായ അഭിനയമെല്ലാം ഈ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവാവുന്ന സംഭവ വികാസങ്ങളെ ഈശ്വരനായ രാമൻ തന്നെ അഭിനയിച്ച് കാണിച്ചു തന്നതായിരുന്നു എന്ന് രാമായണ കഥകളെയോർത്ത് രാമരാമ നാമനുപിച്ചുകൊണ്ട് ഭക്ത ഹനുമാൻ അവിടെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു കിംപുരുഷത്തിൽ. അവിടെ നിങ്ങോട്ട് ഹിമാലയ തപോവനാദികളും 3 ഭാഗങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതായ ഈ പുണ്യ ഭാരതാംബയും ഈ ഭാരതാംബയുടെ മഹിമകൾ പറഞ്ഞു വാക്കുകളെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റണതല്ല. അപ്പൊ ഇളാമൃതത്തിന്റെ തെക്കോട്ട് വരുമ്പോൾ നമ്മുടെ ഈ പുണ്യ ഭാരതത്തിലെ അനേക നദികള്, പർവ്വതങ്ങള്, അവയുടെ പേരുകൾ തന്നെ ഈശ്വര നാമങ്ങളായി മാറിയിരിക്കണം. ആ നദീതീരങ്ങളിൽ തപസ്സനുഷ്ഠിച്ചവര്, തപോവനങ്ങളിൽ തപസ്സനുഷ്ഠിച്ചവര്, അവരുടെ എല്ലാം തപസ് കൊണ്ട് ആ പ്രദേശം തന്നെ പവിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പർവ്വതങ്ങളുടെയും നദികളുടെയും എല്ലാം പേരുകളായിട്ടും ഭാരതത്തിന്റെ കൃഷി പാരമ്പര്യത്തെ കുറിച്ചുമെല്ലാം പറഞ്ഞ് ഭാരത അമ്മയുടെ ഈ മഹാ പുണ്യ നാടിന്റെ പരദേവതയായിട്ട് ഹിമാലയ തപോവനത്തിൽ നരനാരായണന്മാർ തപസ് ചെയ്തുകൊണ്ടിരിക്കണോ. അവിടെ നാരദ മഹർഷി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭാരതീയരായ നമ്മളോട് ഇവിടെ ഒരു ജന്മം കിട്ടുക എന്നുള്ളത് അത്ര മോദിച്ചത് കൊണ്ട് മാത്രമില്ല, ഒരു ഹൈരപ്പന് അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ദേവന്മാര് പോലും അവിടെ ഇരുന്ന യാഗമൊക്കെ ചെയ്ത് പുകയൊക്കെ കൊണ്ട് ഇവിടെ ഉർവശിയുടെ ഡാൻസ് കാണുന്നല്ലാതെ നാമജപമൊന്നുമില്ലല്ലോ. ഇനി ഞങ്ങൾക്കൊരു ജന്മം കിട്ടണേ പുണ്യഭാരതത്തിൽ ഭാഗവതം കേൾക്കാനായി, ഗുരുവായൂരപ്പനെ തൊഴാനായി, വൃന്ദാവനത്തിലേക്ക് പോകാനായി, രാധേ 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 എന്ന നാമജപിക്കാനായി ഞങ്ങൾക്ക് ഇനി ഭാരതത്തിൽ ജന്മം കിട്ടണമെന്ന് ദേവന്മാര് പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത്ര മഹിമയേറിയ ഭാരത മഹിമയെ കുറിച്ചെല്ലാം ശുഗമഹർഷി സൂചിപ്പിച്ചു. പിന്നെ ഇളാവൃതത്തിന്റെ തെക്കോട്ടുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. വടക്കോട്ട് പോകുമ്പോൾ ആ രമ്യകം, ഹിരൺമയം, കുരു തുടങ്ങിയ രാജ്യങ്ങളും, പടിഞ്ഞാറ് വേദുമാലം, അതുപോലെ കിഴക്ക് ഓരോ രാജ്യങ്ങളിലും ഇന്ന ദേവനെ ഇന്ന ഭക്തന്മാരെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഉപാസന മന്ത്രങ്ങളും എല്ലാം അവിടെ സൂചിപ്പിച്ചു. പിന്നെ ജംബൂദ്വീപ എന്ന ഏറ്റവും വലിയ ദ്വീപം, നമ്മൾ ഇന്ന് ഭൂമിശാസ്ത്രത്തിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ ഏഷ്യ വൻകര എന്നുള്ള രീതിയിൽ അതിനെടുക്കാം. മുഴുവൻ തമ്മിൽ യോജിപ്പിക്കാൻ പറ്റിയൊന്നുമില്ല. ഏതായാലും വേണ്ടില്ല, അതിന് ചുറ്റുമുള്ള മറ്റ് 6 ദ്വീപുകൾ, വൻകരകൾ, പക്ഷം, ശാൻമലം, കുശം, ക്രൗഞ്ചം, ശാഖം, പുഷ്കരം എന്നിങ്ങനെയാണ് ഇവിടെ അതിൻ്റെയൊക്കെ പേര് പറയുന്നത്. അവിടെയെല്ലാം ഉള്ള വിശ്വാസങ്ങൾ, അവിടെയെല്ലാം ഉള്ള ജീവിത രീതികൾ. വിശ്വാസമല്ലാതിക്കലുണ്ടോ? വിശ്വാസമല്ലാതിക്കലുണ്ട്. വിശ്വാസമില്ലാത്തവരായിട്ട് ലോകത്തിന് ആരുമില്ല. അവരുടെയൊക്കെ വിശ്വാസങ്ങൾ വ്യത്യസ്തമാണ്. മറ്റു രാജ്യങ്ങളിലേക്ക് ചെന്നാൽ അവിടെ അവര് വിശ്വസിക്കുന്നതായ വിശ്വാസം, ചിലര് സൂര്യനെ വിശ്വസിച്ച് ആരാധിക്കും.